ഇലക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ, ലോക്സഭാ ഇലക്ഷൻ ഈ പടിവാതിൽക്കൽ വന്ന് നിൽക്കില്ലായിരുന്നുവെങ്കിൽ ഈ അന്വേഷണം ഒരു കാരണവശാലും പിണറായി വിജയനെ പോലുള്ളൊരു നേതാവ് CBIയെ ഏൽപ്പിക്കില്ല. ഈ കൊലപാതക കേസിൽ CBIയെ ഞങ്ങൾ ഈ അന്വേഷണം ഏൽപ്പിച്ചു എന്നതിൻ്റെ പേരിൽ പോലും വോട്ട് രാഷ്ട്രീയത്തിൽ ലക്ഷ്യമുള്ളൊരു നേതാവിൻ്റെ കൃത്യമായ തന്ത്രജ്ഞത അദ്ദേഹത്തിൻ്റെ ഈ CBI പ്രഖ്യാപനത്തിലുണ്ട്. ഒരു പ്രൊഫോർമ ഓർഡർ അയക്കാൻ ഇവിടെ BJP പ്രതിനിധി ചോദിച്ചതിനാണ്. ഒരു പ്രൊഫോർമ ഓർഡർ ആർക്ക് അയക്കണമെന്നറിയാത്തവരാണോ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന വലിയ ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഇവിടെ എനിക്ക് ഈ CPM ഇടതുപക്ഷ നിരീക്ഷകനായിട്ട് വന്നിട്ടുള്ള അദ്ദേഹം ചോദിച്ചു, കോടതിയിൽ ഞാനും വക്കീലാണ്, മറ്റേ BJP പ്രതിനിധിയും വക്കീലാണ്, കോടതിയിലത്തെ ചില ചിട്ടവട്ടങ്ങളൊക്കെ അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോടതി ചിട്ടവട്ടങ്ങൾക്കും നിയമസഭയിലെ ചിട്ടവട്ടങ്ങൾക്കും ഇപ്പം ഈ നികുതി കൊടുക്കുന്ന നികുതിദായകരുടെ ചിട്ടവട്ടങ്ങൾക്കും അനുസരിച്ചാണോ മറ്റേ സതീഷ് ഇവിടെ കേരളത്തിൽ ഭരണം നടക്കുന്നത്? ചോദിക്കുന്നത് കേട്ടില്ലേ താങ്കൾ? കഴിഞ്ഞ ആഴ്ച സ്വന്തം ഭൂമി തെങ്ങ് കയറാൻ ഇഷ്ടപ്പെട്ടൊരു തെങ്ങുകയറ്റക്കാരനെ കൊണ്ടുവന്നവരോട് പറഞ്ഞത് എന്താ? ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്, അതുകൊണ്ട് ഇവിടുത്തെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് താങ്കൾ കേട്ടില്ലേ? അപ്പോൾ കോടതിക്കുള്ളിൽ ഒരു CPM പ്രതിനിധിക്ക് പ്രതികളുടെ കൂടെ മജിസ്ട്രേറ്റിൻ്റെ റൂമിലേക്ക് കടക്കുന്നതിന് ഇത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ ഇതിലെന്താണ് ഇത്ര അത്ഭുതമുള്ളത്? താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, മുമ്പേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേ ഗമിച്ചീടിന പശു ഗോക്കളല്ല. ഒരു പറമ്പിൽ കുറച്ച് പശുക്കൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു പശു എഴുന്നേറ്റ് പോകുന്നതിൻ്റെ പിന്നാലെയാണ് മറ്റു പശുക്കൾ പോവുക. ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കേരളത്തിൽ നടക്കുന്നത് ഈ നേതാക്കൾ ഓരോ അണികൾക്കും മാതൃകയാകണം. നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും അണികൾക്കും അതുമാതിരി തന്നെ യുവജന നേതാക്കൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും മാതൃകയാകണം. നിങ്ങളുടെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഈ യുവജന സംഘടനകളുടെ നേതാക്കളുടെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കത്തക്ക തോതിലുള്ള സന്ദേശമാണോ നൽകിക്കൊണ്ടിരിക്കുന്നത്? AA റഹീമിനെയും ശിവൻകുട്ടിയെയും കണ്ട് പഠിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് പഠിക്കാനുള്ളത്? ഇവിടെ ഒരു അച്ഛൻ്റെ വേദന താങ്കൾ വളരെ നിസ്സാരമായിട്ട് റാഗിങ്, ഒരു നിസ്സാരമായ റാഗിങ് എങ്ങനെയാണ് സാർ ഇങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റുന്നത്? 2 ആൺകുട്ടികളുടെ അച്ഛനായിരുന്നു. ഇപ്പോഴത്തെ മൂത്ത മകന് 33 വയസ്സുണ്ട്, രണ്ടാമത്തെ മകന് 29 വയസ്സുണ്ട്. ഈ 2 കുട്ടികളും കോളേജിൽ പോയി വരുന്നത് വരെ അങ്ങേയറ്റം ആദിയോടുകൂടി ഇരുന്നിരുന്ന ഒരു അച്ഛൻ്റെ വേദന ഇവിടെ അതായത് കൃത്യമായിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ആ വീടിന് മുമ്പിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുകയാണ്, ഡോക്ടർ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞിട്ട്. ആ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയിട്ട് റാഗിങ് എന്ന് പറയുന്നതിന് പിന്നെ താങ്കൾ വളരെ നല്ല രീതിയിലുള്ള റാഗിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു. താങ്കൾക്ക് ഇനി അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വിശദീകരിച്ച് തരണം. എന്താണ് ഈ റാഗിങ്ങിലെ നല്ല രീതി എന്നൊന്ന് ദയവ് ചെയ്ത് പറഞ്ഞു തരണം. എൻ്റെ ഈ 2 മക്കളും പഠിച്ചിട്ട് അവർ ഈ നല്ല രീതിയിലുള്ള റാഗിങ്ങിനെ കുറിച്ചിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ അടുത്തൊരു ചോദ്യവും അടുത്ത സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞതുമാണ്. 8 മാസത്തെ ക്രൂരപീഡനം എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞില്ല? സാർ, സിദ്ധാർത്ഥൻ്റെ വീട് താങ്കൾ കണ്ടുവോ സാർ? ഈ 41-ൻ്റെ അന്ന് കുഴഞ്ഞു വീഴുന്ന ഒരു അമ്മയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നത് സാറ് കണ്ടുവോ സാർ? അതായത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ സമർപ്പിക്കുന്ന വരുമാനത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒളിച്ചു വെക്കാനുള്ള തരത്തിലുള്ള ഒന്നുമില്ലാത്ത ഒരു ചെറിയ വീട്ടിലേക്കാണ് ആ പാവപ്പെട്ട അമ്മ ഇന്ന് കുഴഞ്ഞു വീഴുമ്പോൾ പിടിച്ചുകൊണ്ടുപോയത്. ഞാൻ ആ രംഗം കണ്ടിട്ട് കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന്. അപ്പം അങ്ങനത്തെ ഒരു സിദ്ധാർത്ഥൻ്റെ എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ തനിക്ക് ഏറ്റിരുന്ന പീഡനം പറഞ്ഞില്ല എന്ന് പറയുന്നതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നിഷ്ഠൂരമായ നരാധമന്മാർക്കല്ലാതെ മനുഷ്യത്വമുള്ളൊരു വ്യക്തിക്ക് സാധിക്കുന്നതാണോ? എൻ്റെ 2 മക്കൾ പഠിപ്പ് കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്കും കോളേജിൽ നിന്ന് റാഗിങ് ഒക്കെ ഇഷ്ടപ്രകാരം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ലോൺ എടുത്തിട്ട് മറ്റും ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ തലവേദന തരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റി വെക്കുന്നതാണത്.